അയാൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യും. കൊല്ലാനാണെങ്കിൽ കൊല്ലും, മരിക്കാനാണെങ്കിൽ അതും. അതുകൊണ്ട് തന്നെ 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിനുമൊടുവിൽ റഫറി വിസിൽ വിളിക്കുന്നതുവരെ നിങ്ങൾ അവരുടെ തോൽവി സ്വപ്നം കാണരുത്. അവർ പിന്നിലായതിൽ അധികം സന്തോഷിക്കരുത്. അവരുടെ തിരിച്ചടി നിങ്ങൾക്ക് താങ്ങില്ല. 79 മിനിറ്റ് വരെ പിന്നിലായ ഒരു മത്സരം വെറും 13 മിനിറ്റ് കൊണ്ട് മടക്കിയെടുത്ത് പോക്കറ്റിലാക്കിയവരാണവർ. 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിമും 67-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോയും ഈജിപ്തിനെ മുന്നിലെത്തിച്ചതാണ്. മുസ്തഫ സീക്കോ തന്നെ വല കുലുക്കിയ ആദ്യ പകുതിയിലെ മറ്റൊരു നീക്കം റഫറി അർജന്റീനക്ക് അനുകൂലമായി ഫൗൾ വിളിച്ചില്ലെങ്കിൽ 3 ഗോൾ ആ സ്കോർ കാർഡിൽ കിടന്നേനെ. 21-ാം മിനിറ്റിൽ മെസ്സിയുടെ പെനാൽറ്റി കിക്ക് തടഞ്ഞത്, മൊളീനിയുടെ കിടിലൻ ക്രോസിൽ മക്കലിസ്റ്ററുടെ ഹെഡർ കുത്തിയിട്ടത്, ടാഗ്ലിയാഫിക്കോയുടെ അളന്നു മുറിഞ്ഞ ക്രോസിൽ അൽവാരസ് തൊടുത്ത ഷോട്ട് വഴിതിരിച്ചുവിട്ടത്. ഈജിപ്ത് വലക്കു മുന്നിൽ പിരമിഡ് പോലെ നിൽക്കുകയായിരുന്നു ഗോൾ കീപ്പർ മുസ്തഫ ഷോബേർ. അർജന്റീനക്കിന് തിരിച്ചുവരവ് ഏതാണ്ട് അസാധ്യമെന്ന തോന്നലുണ്ടാക്കി ആരാധകർ കടുത്ത നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ 79-ാം മിനിറ്റിൽ ആ പൂട്ട് പൊളിയുന്നു. ബോക്സിലേക്ക് ലയണൽ മെസ്സിയുടെ ഒരു കിടുബോൾ, ക്രിസ്ത്യൻ റൊമേറോയുടെ തകർപ്പൻ ഹെഡർ, പന്ത് വലയിൽ, അർജന്റീന കളിയിലേക്ക്. 4 മിനിറ്റിനു ശേഷം ബോക്സിനുള്ളിലെ ആശയക്കുഴപ്പത്തിനിടെ അൽവാരസ് പന്ത് മെസ്സിയുടെ കാലിനടുത്തേക്ക് തട്ടിയിടുന്നു. ഇടതുകാൽ കൊണ്ട് മനോഹരമായൊരു ബുള്ളറ്റ് ഷോട്ട് ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി വലയിലേക്ക്. അർജന്റീന ഒപ്പത്തിനൊപ്പം. കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് ഉറച്ചിരിക്കെ ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ ലൗതാരോ മാർട്ടീനസിന്റെ ഒരു പിൻ പോയിന്റ് ക്രോസ്, ഉയർന്നു ചാടുന്ന എൻസോ ഫെർണാണ്ടസ് പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് അത് മനോഹരമായി ഹെഡ് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോൾ അർജന്റീനയുടെ തിരിച്ചുവരവ് പൂർണ്ണമാവുകയാണ്. അവസാന ഗോളിനിടെ ഉണ്ടായ ഫൗളിൽ വാർ ചെക്ക് പോലും ചെയ്തില്ല എന്നത് മാറ്റി നിർത്തിയാൽ അർജന്റീന തൂക്കിയ മത്സരം. കഴിഞ്ഞ 92 വർഷത്തിനിടയിൽ 3 തവണ മാത്രം ലോകകപ്പിനെത്തിയ ഇക്കൊല്ലം ന്യൂസിലാൻഡിനെതിരെ തങ്ങളുടെ ആദ്യ ലോകകപ്പ് ജയം നേടിയ ടീമെന്ന നിലയിൽ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ച പ്രകടനത്തിൽ സെലാക്കും കൂട്ടർക്കും അഭിമാനത്തോടെ മടങ്ങാം.